നമസ്കാരം. ആയുർവേദത്തിലേക്കും ആയുർവേദത്തിലൂടെയുമുള്ള എൻ്റെ യാത്ര ഒരു പരിധിവരെ തികച്ചും അൺപ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം. വളരെ ബാല്യകാലം മുതൽക്ക് തന്നെ ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുക, അവരെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക നമ്മുടെ വാക്കുകളിലൂടെ, ഇതെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അതിനാൽ തന്നെ നിയമത്തിൻ്റെയും അഭിഭാഷക വൃത്തിയുടെയും ജോലിയായിരിക്കും എനിക്ക് കൂടുതൽ യോജിക്കുക എന്ന ധാരണയിൽ ആ വഴിയിൽ പ്രിപ്പറേഷൻസൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു ടൈമിലാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അന്നത്തെ ഒരു കൺവെൻഷണൽ പാരൻറ്റിങ് തോട്ട്സിൻ്റെയൊക്കെ ഭാഗമായി എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആയുർവേദമല്ലാതെ മറ്റൊന്നും തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറയാം. വീട്ടിലെ ആയുർവേദ പാരമ്പര്യമൊന്നുമല്ല, മറിച്ച് എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്കും ആയുർവേദത്തെ മാത്രം ആശ്രയിക്കുന്ന, ആയുർവേദത്തിലൂടെ രോഗമുക്തി നേടുന്ന കുടുംബാംഗങ്ങളും, അതോടൊപ്പം എപ്പോഴും ഔഷധങ്ങളുടെ ലേഹ്യത്തിൻ്റെയും കുഴമ്പിൻ്റെയും നമ്മുടെ അരിഷ്ടത്തിൻ്റെയും എല്ലാം സുഗന്ധം നിലനിൽക്കുന്ന വീടും എല്ലാമായിരുന്നു ആയുർവേദം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന പ്രേരണ. പിന്നീട് ആയുർവേദത്തിലേക്ക് വന്നപ്പോഴാകട്ടെ സംസ്കൃതം തന്നെയാണ് ഏറ്റവും വലിയ കടമ്പ, അല്ലേ? ആ ഒരു കടമ്പ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സഹായിച്ചത് ഞങ്ങളുടെ സംസ്കൃത മാഷാണ്, വേണുഗോപാൽ ശങ്കരൻ സാർ. സാർ ഇപ്പോൾ കോയമ്പത്തൂർ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതം പ്രൊഫസറാണ്. കേവലം ആയുർവേദം ശ്ലോകാസ് വായിക്കാൻ വേണ്ടി സംസ്കൃതം പഠിപ്പിക്കുക എന്നതിലൊക്കെ ഉപരി സംസ്കൃതം സംസാരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക കൂടെ ചെയ്തിട്ടാണ് 1.5 വർഷത്തെ സംസ്കൃത പഠനം അവസാനിച്ചത്. അത് പിന്നീട് ആയുർവേദത്തെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാം. പിന്നീട് വന്ന എല്ലാ അധ്യാപകരും വളരെ പോസിറ്റീവായി തന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പേര്, മഹത് വ്യക്തിത്വം പ്രൊഫസർ ജി ശ്രീനിവാസാചാര്യ സാറിൻ്റേതാണ്. സാർ SDM കോളേജ് ഓഫ് ആയുർവേദ ഉടുപ്പി ചികിത്സ HODയും പ്രിൻസിപ്പളുമായിരുന്നു. വളരെ സെൽഫ്ലെസ്സായി അതേസമയം അങ്ങേയറ്റം പ്രൊഫഷണലിസത്തോടെ എങ്ങനെ ഈ സയൻസിനെ സമീപിക്കാമെന്നും പ്രാക്ടീസ് ചെയ്യാമെന്നും കാണിച്ചു തന്നത് സാർ തന്നെയാണ്. പ്രൊഫഷണൽ ജീവിതത്തോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലേക്ക് കൂടെ കാലെടുത്ത് വെച്ചപ്പോൾ ആയുർവേദത്തെ ഏറെ സ്നേഹിക്കുന്ന, വളരെ പ്രൊഫഷണലായി സമീപിക്കുന്ന സുഹൃത്തും സഹപാഠിയും തന്നെ ജീവിത പങ്കാളിയായി വന്നത് പിന്നീടുള്ള യാത്രയിൽ ഏറെ സഹായം ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള കുറച്ച് വർഷങ്ങൾ ഗവേഷണത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ ആയിരുന്നു. ITRAയിലെ 2 വർഷത്തെ PhD പഠനകാലം ഗവേഷണ മേഖലയിലെ ആയുർവേദത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നതായിരുന്നു. അപ്പോഴുള്ള ഗുരുക്കന്മാരുടെയൊക്കെ കൃത്യമായ ഒരു ഗൈഡൻസിൻ്റെ ഫലമായിട്ട് ഇൻ്റർനാഷണൽ ജേർണൽസിലടക്കം നിരവധി പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അധ്യാപനത്തിലേക്ക് എത്തിയപ്പോഴാകട്ടെ ഏത് കോളേജിലായാലും നമുക്ക് മുന്നിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അവർ ഏറ്റവും സ്നേഹത്തോടെ ആയുർവേദത്തെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ ജീവിത ലക്ഷ്യം നേടുകയും ചെയ്യണം എന്നുള്ള ഒരു തീവ്രമായ മിഷനോടുകൂടിയാണ് ഏതൊരു പാഠഭാഗങ്ങളും അവരെ പഠിപ്പിച്ചിട്ടുള്ളത്, ഏതൊരു പ്രാക്ടിക്കൽ സെഷനും അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ ജീവിത വിജയം ആയുർവേദത്തിലൂടെ സാധ്യമാകുമ്പോൾ അത് കണ്ട് ഏറെ ചാരിതാർത്ഥ്യമടയുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ശേഷമാണ് ആസ് എ മെഡിക്കൽ ഓഫീസർ ISM ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നത്. ദിവസേന 100 കണക്കിന് രോഗികളെ കാണുമ്പോഴും മുന്നിലിരിക്കുന്ന ഓരോ രോഗിയും നമ്മുടെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിലൂടെയോ അല്ലെങ്കിൽ ഉപദേശത്തിലൂടെയോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്തുന്നതോ ഭക്ഷണശീലങ്ങളിൽ വരുത്തുന്നതോ ആയ ചെറിയ മാറ്റങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഔഷധങ്ങളിലൂടെയോ പഞ്ചകർമ്മ ചികിത്സയിലൂടെയോ ഒക്കെ തന്നെ ഒരു ബെറ്റർമെൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കും ആരോഗ്യാവസ്ഥയിലേക്കും എത്തിച്ചേരുക എന്നൊരു ലക്ഷ്യമാണ് എപ്പോഴും മുന്നിൽ കണ്ടിട്ടുള്ളത്. ആ ഒരു സമീപനത്തോടെ തന്നെയാണ് ചികിത്സയെ കണ്ടിട്ടുള്ളതും. ആയുർവേദത്തിലേക്ക് കടന്നു വരുന്ന പുതുതലമുറയോട് പറയാനുള്ളത്, യു ഹാവ് ടു കം വിത്ത് കോൺഫിഡൻസ് ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് വിത്ത് പാഷൻ എന്നുള്ളതാണ്. ആയുർവേദത്തിൻ്റെ മേഖല ഏതുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രാക്ടീസ്, ദെൻ ടീച്ചിങ്, റിസർച്ച്, മാനുഫാക്ചറിങ്, പബ്ലിക്കേഷൻ, പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് തുടങ്ങിയ ഒരുപാട് സാധ്യതകളുണ്ട്. അവ ഏതുമായിക്കോട്ടെ, എവിടെ ഇരുന്നാലും ആയുർവേദം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്നൊരു ചിന്ത മാറ്റിവെച്ച് ആയുർവേദത്തിനായി, ഈ മഹത്തായ ശാസ്ത്രത്തിനായി, അതിൻ്റെ പ്രചാരത്തിനായി, അതിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിനായി നമുക്ക് എന്തൊക്കെ നമ്മുടെ ഈ ചെറിയ കാലയളവിൽ, ജീവിത കാലയളവിൽ ചെയ്യാൻ കഴിയും എന്നൊരു ചിന്താഗതിയോടെ മുന്നോട്ട് വന്നാൽ
ജീവിത വൃത്തിയായി ആയുർവേദത്തെ സ്വീകരിച്ചാൽ കേവലം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ള ഒരു ലൈഫ് മാത്രമല്ല, പേരും പ്രശസ്തിയും ചാരിതാർത്ഥ്യവും സംതൃപ്തിയും എല്ലാം നിറഞ്ഞ മനോഹരമായ ഏവരും ഓർത്തു വയ്ക്കുന്ന ഒരു ജീവിതം സമ്മാനിക്കാൻ തീർച്ചയായും ആയുർവേദത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. അത് കേവലം ഒരു രോഗിയുടെ അനുഭവം മാത്രമല്ല, നമുക്ക് മുന്നിലെത്തുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികൾ ഹോപ്പ്ലെസ്സായി കിടന്നും മറ്റുള്ളവരുടെ സഹായത്തോടെയും ഒക്കെ നമ്മുടെ OP-യിലേക്കും IP-യിലേക്കും കടന്നു വരുന്ന രോഗികൾ, അവർ ഒരു പരസഹായവുമില്ലാതെ സ്റ്റെപ്പൊക്കെ ഓടിച്ചാടി ഇറങ്ങി നമ്മളോട് ബൈബയും നന്ദിയും പറഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന ചാരിതാർത്ഥ്യം എന്നത് അത് അനിർവചനീയമാണ്, അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. So wherever you are in the field of Ayurveda, do your best for Ayurveda. Thank you.